അൾത്താരയിൽ ദിവ്യപൂജ തുടങ്ങാം. ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാം. അൾത്താരയിൽ ദിവ്യപൂജ തുടങ്ങാം. ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാം. യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം. യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. കാൽവരിയാകം മുന്നിൽ തെളിയും തിരുബലിയർപ്പണവേദികയിൽ. കാൽവരിയാകം മുന്നിൽ തെളിയും തിരുബലിയർപ്പണവേദികയിൽ. അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായർപ്പിച്ചിടാം. അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായർപ്പിച്ചിടാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. പാപം പൊറുക്കുന്ന സ്നേഹം പകരുന്ന സൗഖ്യദായക നിമിഷമിതിൽ. പാപം പൊറുക്കുന്ന സ്നേഹം പകരുന്ന സൗഖ്യദായക നിമിഷമിതിൽ. തൂവെള്ള ഓസ്തിയിലീശോ എഴുന്നള്ളും ദൈവസ്നേഹത്തിൻ നിമിഷമിതാ. തൂവെള്ള ഓസ്തിയിലീശോ എഴുന്നള്ളും ദൈവസ്നേഹത്തിൻ നിമിഷമിതാ. അൾത്താരയിൽ ദിവ്യപൂജ തുടങ്ങാം. ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഈ ദിവസത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. നമ്മൾ കൊടി കയറ്റി നമ്മുടെ ഈ ദേവാലയ കൂട്ടായ്മയുടെ ഒരു ഇടവക പോലെ പ്രവർത്തിക്കുന്ന യാസമ ദേവാലയ സമൂഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരികെ വരുവാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്ന് പാടുന്ന ഒത്തിരി പ്രവാസികളുണ്ട്. തിരികെ ഒന്ന് വരാൻ, ഈ കൂടൊന്ന് അണയാൻ.
ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോകാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, ഒത്തിരി മനസ്സുകൊണ്ട് വെമ്പുന്ന ഒത്തിരി പേരുണ്ട്. ഒരു തിരുനാളും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, തിരികെ വീട്ടിലേക്കൊന്ന് വരാൻ. കെട്ടിച്ചു വിട്ടവരൊക്കെ തിരിച്ചൊന്ന് വന്ന് ആ വീട്ടിൻ്റെ സുഖമൊക്കെ ഒന്ന് നുകർന്ന് ആ സന്തോഷമൊക്കെ ആനന്ദിച്ച് അത് ഭക്ഷണത്തിലും വിരുന്നിലും ആഘോഷത്തിലൊക്കെ പങ്കുചേർന്ന് ഒന്ന് തിരിച്ച് സന്തോഷത്തോടെ വീണ്ടും യാത്ര തുടരാൻ. ഓരോ ഇടവക തിരുനാളും രാസമദേവാലയ തിരുനാളും നമ്മോട് പറയുന്നത് തന്നെയാണ്. ഒന്നുകൂടി തിരിച്ച് വന്ന് ഇടവക ദേവാലയത്തിൻ്റെ, ആശ്രമ ദേവാലയത്തിൻ്റെ, തിരുക്കുടുംബത്തിൻ്റെ കൃപകളൊക്കെ ഒന്നുകൂടി ആസ്വദിച്ച് കൂട്ടായ്മയിൽ ഒന്ന് പങ്കുചേർന്ന് തിരിച്ച് വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി അതൊക്കെ ആഘോഷിച്ച് ഒന്നുകൂടി വിശുദ്ധിയിൽ നടക്കാനുള്ള ഒരു യാത്രയുടെ തുടക്കം ഇന്ന് കുറിക്കുകയാണ്. സാഹചര്യം അത് തന്നെയാണെന്നറിയാം. നമുക്ക് കോവിഡിൻ്റെ സാഹചര്യമുണ്ട്, കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയത്തിൻ്റെ ചെറിയ അലയടികളെങ്കിലും ചുറ്റുമുണ്ട്. എങ്കിലും ആ തിരമാലകളെ യേശുവിൻ്റെ കൂടെ നമ്മൾ ഈ ദേവാലയത്തിൽ ബലിയർപ്പിച്ച് എന്നും നമ്മൾ ശാന്തമാക്കിക്കൊണ്ട് യാത്ര തുടരുന്നുണ്ട്. ആശംസ ഇത് തന്നെയാണ്. തിരുക്കുടുംബത്തിൻ്റെ എല്ലാ കൃപകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് തന്നെയാണ്. ഈ തിരുക്കുടുംബത്തിൻ്റെ കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് തന്നെയാണ് ആശംസ. എല്ലാ ഞായറാഴ്ചയും ഈ കോവിഡ് കാലത്ത് മിക്കവാറും ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പച്ചനില്ല, അമ്മച്ചി മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ അരികിൽ പോയിരിക്കും. അമ്മച്ചി തല ഇടയ്ക്കിങ്ങനെ മാന്തി തരും. അരികിലിരുന്ന് ആ ഒരു അമ്മയുടെ കരുതലും തലോടലും സുഖമൊക്കെ അനുഭവിക്കാറുണ്ട്. ഓർമ്മകൾ പലതും ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ച നിമിഷം മുതൽ അമ്മ സ്നേഹിച്ചതൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അമ്മയുടെ ആ ഒരു വിയർപ്പും കണ്ണീരും പ്രാർത്ഥനയും കരുതലും ഒക്കെ അനുഭവിക്കാറുണ്ട്. ഇന്ന് നമ്മളത് തന്നെയാണ് ഈ ബലിയർപ്പിച്ചുകൊണ്ട് ഓർക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ ഓർക്കുകയാണ്. കരുതലിൻ്റെ ഓർമ്മകളാണ് അവർ, ഈറ്റുനോവിൻ്റെ ഓർമ്മകളാണ്, വിശ്വാസം തന്ന ഓർമ്മകളാണ്. നമുക്ക് മുലപ്പാലിലൂടെ വിശ്വാസം ലഭിച്ചതിൻ്റെ ഒത്തിരി നല്ല ഓർമ്മകൾ, ഒത്തിരി നമുക്ക് വേണ്ടി രാവ് പകലാക്കിയതിൻ്റെ, പകല് രാവാക്കിയതിൻ്റെയൊക്കെ ഒത്തിരി ഓർമ്മകൾ, നമുക്ക് വേണ്ടി വ്യയം ചെയ്ത സമയങ്ങളുടെയും ആരോഗ്യത്തിൻ്റെ ഓർമ്മകൾ, ഒത്തിരി സന്തോഷങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ ഓർമ്മകൾ, ആരുമറിയാതെ ഒത്തിരി പട്ടിണി കിടന്നതിൻ്റെ ഓർമ്മകൾ, ഒക്കെ ഓർമ്മകൾ. നല്ല ഓർമ്മകളോടെ അമ്മച്ചിമാരെ നമുക്ക് ഈ നിമിഷം അൾത്താലിൽ ചേർത്ത് വെച്ച് ഇത്തിരി കുടുംബത്തിൻ്റെ തിരുനാളിന് നമുക്ക് ഇന്ന് ആഘോഷം കുറിക്കാം. ഒത്തിരി നന്ദിയോടെ നല്ലൊരു അമ്മയെ നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദേവാലയം ഒരമ്മയുടെ ഇടമാണ്, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഇടം. ഈ ഒരു ദേവാലയം നൽകിയതിന് നന്ദി പറയാം. നമ്മെ നയിച്ചവരെയൊക്കെ ഈ നിമിഷം വരെ, ഈ ദിവസം വരെ നയിച്ച എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം. ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയെ, പ്രത്യേക ആന്റണിയോട് ചേർന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന തലമൂത്ത അച്ഛന്മാർ, ഡെന്നീസ് അച്ഛനും അഗസ്റ്റ് അച്ഛനും കൂടെയുള്ള ഈ കൂട്ടായ്മയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ബലിക്കണയാം. തിരികെ വരാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരെ ചേർത്ത് വെച്ച് നമുക്ക് ഈ ബലി അർപ്പിച്ചു തുടങ്ങാം. ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ ദീനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ
കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. തൃത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമാതൃക ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും അവരെ പിൻചൊന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കരുണാപൂർവം ഇടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. വാത്സല്യമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായിക കൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ.
തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അപ്പച്ചനോട് ചോദിച്ചു, ഈ മനുഷ്യരൊക്കെ ഉണ്ടായതെങ്ങനെയാണ്? നമ്മളൊക്കെ ഉണ്ടായതെങ്ങനെയാണ്? അപ്പം മറുപടി കൊടുത്തു, ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവർക്ക് മക്കളുണ്ടായി, അവരുടെ മക്കളുണ്ടായി, അവർക്കും മക്കളുണ്ടായി. അങ്ങനെ ഇപ്പോൾ നമ്മൾ വലിയ ഒരു സമൂഹമായി മാറി. കുട്ടി ഈ ചോദ്യം തൻ്റെ അമ്മയോടും ചോദിച്ചു. അമ്മ പറഞ്ഞു, മനുഷ്യർ ആദ്യം കുരങ്ങന്മാരായിരുന്നു. അവർക്ക് രൂപമാറ്റം സംഭവിച്ച്, കാലാകാലങ്ങളിൽ രൂപമാറ്റം സംഭവിച്ച് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയി എന്ന്. കുട്ടി വേഗം അപ്പൻ്റെ അടുത്ത് വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പം എന്നോട് കള്ളം പറഞ്ഞുവല്ലേ? നമ്മളൊക്കെ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായതാണല്ലേ? അപ്പം പറഞ്ഞു, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞല്ലോ നമ്മളൊക്കെ കുരങ്ങന്മാരിൽ നിന്നുണ്ടായതാണെന്ന്. അപ്പം പറഞ്ഞു, അത് അമ്മയുടെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അമ്മയുടെ കുടുംബം, അപ്പൻ്റെ കുടുംബം, മകൻ്റെ കുടുംബം, മകളുടെ കുടുംബം, മരുമകളുടെ കുടുംബം, മരുമകൻ്റെ കുടുംബം, അങ്ങനെ കുടുംബങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായിട്ട് ചിന്തിക്കുമ്പോഴാണ്, ഒരു കുടുംബമല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും കുടുംബത്തിൽ സമാധാനം നഷ്ടമാകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ദൈവം കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒരു കുടുംബമായിട്ടാണ്. നീ ഏകനായിരിക്കുന്നത് നന്നല്ല, നിനക്ക് ഞാൻ ഒരു ഇണയെ നൽകും. ദൈവം നോഹിൻ്റെ കുടുംബത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ലേ? പൂർവ്വ ഔസേപ്പിൻ്റെ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ലേ? എബ്രഹാത്തിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവപുത്രൻ ഒരു കുടുംബത്തിലാണ് പിറന്ന് വരുന്നത്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം ഒരു കുടുംബത്തിലായിരുന്നു. വെള്ളം വീണാക്കിയത് കാനായില. യേശുവിൻ്റെ ആദ്യത്തെ രോഗശാന്തി ഒരു കുടുംബത്തിലായിരുന്നു. പത്രോസിൻ്റെ ഭാര്യ മാതാവിനെ സൗഖ്യപ്പെടുത്തുന്നത്. യേശു ഒരു പ്രാവശ്യം മാത്രം കരഞ്ഞു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യേശു കരയുന്നത് ഒരു കുടുംബത്തിൽ ഉണ്ടായ തീര നഷ്ടത്തെക്കുറിച്ചായിരുന്നു. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കുടുംബത്തെ സ്ഥാപിക്കുന്നില്ലേ? ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ഇപ്പൊ കുടുംബത്തിന് അത്രമാത്രം പ്രാധാന്യം വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ഉന്നതമായ ദൈവവിളി എന്നാണ്.
നമ്മൾ തിരുക്കുടുംബത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. കുറവുകളിലും പരിഭവങ്ങളൊന്നുമില്ലാതെ ദൈവത്തെയും പരസ്പരവും പഴിചാരാതെ ജീവിച്ചവരാണ്. ദൈവപുത്രനായിരിക്കുമെന്ന് ദൈവദൂതൻ വഴി അവരെ അറിയിച്ചതാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്. പക്ഷേ ജനിക്കുവാൻ അല്ലെങ്കിൽ ശിശുവിന് ഒരു ഇടം കിട്ടാതെ വരുമ്പോൾ പോലും അവർ ദൈവത്തെ പഴിചാരുന്നില്ല, പരസ്പരം പഴിചാരുന്നില്ല, വിശുദ്ധ ഔസേപ്പിതാവിനെ മറിയം പഴിചാരുന്നില്ല. ഒരു മുതിർന്ന അഭിഭാഷകൻ ഒരിക്കൽ നവദമ്പതികൾക്ക് നൽകിയ ഒരു ഉപദേശം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ കുടുംബം ഒരു മുറിയായി മാറരുത്, മറിച്ച് നിങ്ങളുടെ കുടുംബം ഒരു കുമ്പസാര കൂടാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. ഞാനാണ് പറഞ്ഞത് ശരി എന്ന് പരസ്പരം വാദിക്കുന്നവരാവരുത്, പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തി മുന്നേറുന്ന ഒരു കുമ്പസാര കൂട് പോലെയാവണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള കുറവുകളുണ്ടാവാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും നമ്മളുടെ ബലഹീനതകൾ മൂലം കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ കലഹങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുടുംബത്തിൽ അവസാനിപ്പിക്കണമെന്ന്. നമ്മുടെ കുടുംബത്തിലെ ചെറിയ ചെറിയ വിഷമതകളും കുറവുകളുമൊക്കെ പരസ്പരം പറഞ്ഞ് തിരുത്തി ഓരോ ദിവസവും മുന്നേറണമെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് പറയുന്നുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദൈവത്തിൻ്റെ വഴികൾക്കനുസരിച്ച് തൻ്റെ വഴികൾ തിട്ടപ്പെടുത്തിയവരാണ്. താനുമായി വിവാഹാലോചന നടത്താനിരിക്കുന്ന മറിയം ഗർഭവതിയായി കാണപ്പെട്ടുവെന്ന് അറിയുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവ് അവളെ ആരുമറിയാതെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ അവളെ സ്വീകരിക്കണം, അവൾ ഗർഭവതിയായത് പരിശുദ്ധാത്മാവിനാലാണ്. വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുക. അവിടെ കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാട്, നീ ഇസ്രയേൽ ദേശത്തേക്ക് പോവുക. പാതി വഴിയിൽ വെച്ച് ദൈവത്തിൻ്റെ വീണ്ടും അരുളപ്പാട്, നീ ഗലീലയിലേക്ക് പോവുക. അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾക്കനുസരിച്ച് തൻ്റെ വഴികളെ തിട്ടപ്പെടുത്തിയ ഒരു കുടുംബമായിരുന്നു തിരുക്കുടുംബം. ദൈവത്തോട് ആലോചന നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളാണ് തങ്ങളുടെ വഴികളെന്ന് തിരിച്ചറിഞ്ഞ ഒരു കുടുംബം. ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ യേശു നസ്രത്തിൽ തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചുവെന്ന്. യേശു തൻ്റെ മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിച്ചു. പോൾ 6-ാമൻ പാപ്പ ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം മിലാൻ അതിരൂപതയിൽ ആയിരിക്കുമ്പോൾ ഒരു കുടുംബ സന്ദർശന വേളയിൽ ഒരു വൃദ്ധയായ സ്ത്രീ മാത്രം കഴിഞ്ഞിരുന്ന ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവൾ പറയുകയാണ്, എനിക്കിവിടെ മതിയായ ആഹാരമുണ്ട്, എനിക്ക് മരുന്നുകളുണ്ട്, ഈ തണുപ്പ് എന്നെ ബാധിക്കുന്നില്ല. അപ്പോൾ പാപ്പ അവളോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സന്തോഷവതിയായിരിക്കുമല്ലേ? അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഏകാന്തതയിൽ മരിക്കുകയാണ്. ഒരു ഭക്ഷണമില്ലാതെയല്ല, മരുന്നില്ലാതെയല്ല, ഞാൻ മരിക്കുന്നത് ഏകാന്തതയിലാണ്. ഭക്ഷണവും മരുന്നും സ്വയം പര്യാപ്തതയും മാത്രമല്ല ഒരു കുടുംബത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാന്നിധ്യവും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിലും മറ്റുള്ളവരിൽ നിന്ന്.
നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സുഗതകുമാരി കവയിത്രി പറയുന്നുണ്ട് ഇപ്രകാരം: മരിച്ചവർക്ക് പുഷ്പങ്ങൾ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട. മരിച്ചവർക്ക് പുഷ്പങ്ങൾ ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി. ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട എന്ന്. നമ്മുടെ സാന്നിധ്യവും സ്നേഹവും ഒക്കെ കുടുംബത്തിന് നൽകുവാനായിട്ട് സാധിക്കണം. ഔസേപ്പിതാവിനെ പോലെ, മറിയത്തെ പോലെ, യേശുവിനെ പോലെ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ദൈവവിശ്വാസത്തിലും ഐക്യത്തിലും ഒരു കുടുംബമാണെന്ന ചിന്തയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവൃത്തികളിലെല്ലാം മറിച്ച് അവിടുത്തെ കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ യാചനാ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. അനന്ത നന്മ സ്വരൂപനായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ തിരുസഭയാകുന്ന വലിയ കുടുംബത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാപ്പോലീത്തമാരെയും വൈദികരെയും പ്രത്യേകമായി ഇന്നിവിടെ ബലിയർപ്പിക്കുന്ന മുഖ്യ കാർമ്മികൻ ഫാദർ ഷിബു സേവ്യറിനെയും സഹവൈദികരെയും എല്ലാ ചൈതന്യത്താലും അനുഗ്രഹത്താലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മസ്വരൂപനായ ദൈവമേ, ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ മറിയത്തെ പോലെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് അതിനോട് ശരിയായി പ്രത്യുത്തരിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവരെയും പ്രത്യേകമായി ഈ കൊറോണ കാലയളവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും കൊറോണ വൈറസ് ബാധിച്ച് ഭീതിയിലും ഏകാന്തതയിലും കഴിയുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങേ ദിവ്യപ്രകാശത്താൽ രോഗത്തെ അതിജീവിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ ഉറവിടമായ ദൈവമേ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തായിരുന്നപ്പോൾ മാനുഷിക ബലഹീനതയിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അങ്ങയോടൊപ്പം നിത്യാനന്ദം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സമ്മോഹിക്കുവാൻ അർഹയായ കന്യകാമറിയം അങ്ങേ വിശ്വാസിയുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാ ഉള്ളിലൊരൾത്താറ് ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ
ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി എന്നെ നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. അമ്മയാമേരിയും നിർമ്മല സ്ലീഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. അമ്മയാമേരിയും നിർമ്മല സ്ലീഹരും നമ്മളോടൊപ്പമുണ്ടീ ബലിയിൽ. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാം ഞങ്ങൾ അണയുന്നു നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാട് യാഗമായി. പ്രിയ സഹോദരരെ, നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദൃശ്യം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ
ഇന്ന് ക്രിസ്തുവിൽ രക്ഷയുടെ രഹസ്യം ജനതയുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും നിന്റെ മർത്യപ്രകൃതിയുടെ ശക്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ നിന്നെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലകന്മാരോടും പ്രധാന മാലകന്മാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങ് മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ
ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ഒരു കുടുംബമായി നമ്മൾ ഇന്ന് തിരുനാളിന് കുടികയറ്റി ആഘോഷം തുടങ്ങിയാണ്. ഈ കുടുംബത്തിൻ്റെ ഭാഗമായി എല്ലാവരെയും ഈ ദേവാലയത്തിൽ വന്ന് കൃപ സ്വീകരിച്ച് കടന്നു പോകുന്ന ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവോട് പ്രാർത്ഥന ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് നില മോചിപ്പിക്കണമേ. ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് നിലപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം എനിക്ക് തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, എൻ്റെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾ
കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ എല്ലാവരെയും നിത്യജീവിതത്തിനായിട്ട് സംരക്ഷിക്കട്ടെ. ആമേൻ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. ധന്യമാമി വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പീഡഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. ആദിയും വ്യാധികളുമേറുമ്പോൾ ഭാരങ്ങളേറെ അലട്ടിയിടുമ്പോൾ ഉള്ളം തകർന്നു പീഡഞ്ഞിടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. സ്നേഹവാത്സല്യമുള്ളവരെ, നന്ദിയുടെ ഏതാനും വാക്കുകൾ നമ്മൾ ആഘോഷമായ കൊടികയറി ആഘോഷമായ ദിവ്യബലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആദ്യ ദിനം തിരുനാളിൻ്റെ ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തിരുകുടുംബത്തിന്
നന്ദി അർപ്പിക്കുന്നു. ദിവ്യബലി അർപ്പിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷിബു സേവ്യർ അച്ഛൻ നമ്മുടെ ആശ്രമത്തിൽ ഒരു അംഗം തന്നെയാണ്, സുപരിചിതനാണ്. ഞങ്ങളുടെ പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു വൈദികനാണ്. ആത്മാക്കളെക്കുറിച്ച് ഒത്തിരി തീക്ഷ്ണതയുള്ള ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി പേർക്ക് പരിചിതമാണ്. അച്ഛൻ ഇപ്പോൾ ഈ ആശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ പട്ടുതല്ല അട്ടിപ്പേറ്റി പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. വലിയൊരു ശുശ്രൂഷയാണ് അവിടെ നടത്തുന്നത്. കാരണം കുഞ്ഞുമക്കളെ കൂടുതലായിട്ട് ഒരു പഠനത്തിൻ്റെ മികവിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ട് നിറവിലേക്ക് നയിക്കാനായിട്ട് അച്ഛൻ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. അച്ഛന് പ്രത്യേകിച്ച് ഇന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ആൻ്റണി ഫ്രാൻസിസ് കൊമ്പരഞ്ചാത്ത് അച്ഛൻ നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു അംഗം കൂടിയാണ്. അച്ഛനെ ഒരുപക്ഷെ നിങ്ങൾ ഈ കൊറോണ കാലത്തൊക്കെ നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് അച്ഛനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കാരണം കാർമൽ ദർശൻ, മഞ്ഞുമൽ പ്രോവിൻസിൻ്റെ കാർമൽ ദർശൻ എന്നൊരു ചാനൽ ഒത്തിരി പേര് നമ്മൾ ഈ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേര് അതിലൂടെയാണ് ദിവ്യബലിയൊക്കെ കണ്ടിരുന്നത്. വളരെ മനോഹരമായി ദൈവം കൊടുത്ത തൻ്റെ കഴിവ്, വലിയൊരു കലാകാരനാണ്. മീഡിയയും അതേപോലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷണലായിട്ട് അച്ഛൻ പഠിച്ചതാണ്. അപ്പം അതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു അച്ഛൻ പഠിച്ചു കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള ഒരു അവസരം ദൈവം കൊടുത്തു. അങ്ങനെ അച്ഛൻ ഈ ആശ്രമത്തിലുണ്ട്. ഒത്തിരി നമ്മുടെ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് കർമ്മലീത്ത സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മാധ്യമങ്ങളിലൂടെ ദൈവവചനത്തെ, ദൈവാരൂപിയെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം, നമുക്കതിനു വേണ്ടി അച്ഛനെ നന്ദി അർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് അച്ഛൻ സന്ദേശം നൽകി ഒരു കാര്യം പറഞ്ഞത് ശവപുഷ്പം അല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞ് 1000 രൂപയുടെ റീത്തുമായി പോകുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോൾ ഒരു 5 രൂപ പോട്ടെ, 5 രൂപയുടെ ഒരു റോസപ്പൂവുമായി ഇഷ്ടമുള്ളവർക്ക് കൊണ്ട് കൊടുക്കാൻ, നമ്മുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മരിച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ സാധിക്കട്ടെ. മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞത് ഒരു കോടതിയല്ല കുടുംബം, മറിച്ചൊരു കുമ്പസാരക്കൂടാണ്. ഏറ്റുപറച്ചിലും പൊറുക്കലുമാണ് അവിടെ, അല്ലാണ്ട് വാഗ്വാദങ്ങളും ആർഗ്യുമെൻസിൻ്റെ ഒരു വേദിയല്ല. അതിനാണ് തിരുക്കുടുംബത്തിൻ്റെ മാതൃക നമ്മളെ സഹായിക്കട്ടെ. അച്ഛനൊത്തിരി നന്ദി. അതോടൊപ്പം ഇന്ന് ആരാധന നയിച്ച ആൻ്റണി ആൽബിനച്ഛനും കൊയർ നടത്തിയ ആൽബിനും കുറേ നാളത്തേക്ക് ശേഷമാണ് സഹോദരനെ കാണുന്നത്. അതിന് മധുരതരമായ ആ ശബ്ദത്തിനും ഞങ്ങളെ പ്രാർത്ഥിക്കാൻ സഹായിച്ചതിന് ആൽബിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് കാഴ്ചവെപ്പ് നടത്തിയ, വളരെ നിർലോഭമായിട്ട് തന്നെ കാഴ്ചവെപ്പ് നടത്തിയ അമ്മമാരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നാളെ മക്കളാണ് കാഴ്ചവെപ്പ് നടത്തുന്നത്. ഞായറാഴ്ച ദിനം പിതാക്കന്മാർ, അപ്പന്മാരാണ് നടത്തുന്നത്. നാളത്തെ ദിവ്യബലി 5:45 പതിവ് പോലെ രാവിലെ 5:45 6:30 ഉണ്ടായിരിക്കും. വൈകിട്ടാണ് നമ്മൾ തിരുനാൾ ദിവ്യബലി. വൈകിട്ട് 6 മണിക്ക് കാഴ്ചവെപ്പ് മക്കൾ. അതോടൊപ്പം ഞായറാഴ്ച പതിവ് പോലെ രാവിലെ 5:45 ദിവ്യബലി ഉണ്ടായിരിക്കും. 7:30 രാവിലെ 7:30 തിരുനാൾ ദിവ്യബലി. കാഴ്ചവെപ്പ് പിതാക്കന്മാർ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കർമ്മം കൂടിയുണ്ട്. നമ്മളന്ന് യൗസേപ്പ് പിതാവ് വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നു. അന്ന് നമ്മൾ തിരികൊളുത്തിക്കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഏകദേശം ഒരു 10 ജോസഫുമാരെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ വന്ന് തിരികൊളുത്തി ഈ ഒരു യൗസേപ്പ് പിതാവ് വർഷം, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യൗസേപ്പ് പിതാവ് വർഷത്തിന്, പ്രത്യേകിച്ച് തൊഴിലാളികളും അപ്പന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ പിതാക്കന്മാരുമായിട്ടുള്ളവരെ നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ഒരു കർമ്മം കൂടിയുണ്ട്. അതോടൊപ്പം വൈകിട്ട് 6 മണിക്ക്, സാധാരണ നമ്മൾ വൈകിട്ട് 6:30 ദിവ്യബലി. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കായിരിക്കും ദിവ്യബലി. അതിനുശേഷം 7:15 തൊട്ട് 8:15 വരെയും കുടുംബ യൂണിറ്റിൻ്റെ കലാവിരുന്ന്, ഒരു കൊയിനോനിയ 2021 ഒരു ഗൂഗിൾ മീറ്റിൽ നടത്തേണ്ട ലിങ്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, പ്രവേശിക്കാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാളത്തെ ദിനത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക നിരന്തരം അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോക ക്ലേശങ്ങൾക്ക് ശേഷം അവിടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നസ്രത്തിൽ ഉണ്ടൊരു പുണ്യഗേഹം, ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം. മറിയവും യൗസേപ്പും തനയനാമേശുവും ചേർന്നു നിർമ്മിക്കുന്ന തിരുക്കുടുംബം. അവിടെയുണ്ട് ത്യാഗത്തിൻ പരിമളം, അവിടെയുണ്ട് സ്നേഹത്തിൻ ആർദ്രത. ക്രൂവേന്മാർ സ്രപ്പേന്മാർ ഒന്നായി സ്വർഗത്തിൽ ദൈവത്തെ പാടി നമിക്കുന്നു. നീയും കൂടും